ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പെപ്പർ ഹട്ട്. ഇന്നത്തേതൊരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെമ്മീന് പകരം വലിയ കഷ്ണം മീൻ ഉണ്ടെങ്കിൽ കഷ്ണം മീനോ അല്ലെങ്കിൽ ചിക്കനെ വെച്ചിട്ടൊക്കെ ഈ ഒരു രീതിയിൽ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. 1.5 കിലോ അരി വെച്ചിട്ടാണ് ഈ ഒരു ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു 3/4 കിലോ ചെമ്മീന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. എന്നിട്ടൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ബ്രൗൺ കളർ ആക്കിയിട്ട് കോരിയെടുക്കാം. ഇനി ഇതേ നെയ്യിലേക്ക് മീഡിയം സൈസിലുള്ള 1.5 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ബ്രൗൺ കളറാക്കി എടുക്കണം. ബ്രൗൺ കളറാക്കി എടുത്തിട്ടുള്ള സവാളയും എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ എണ്ണയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീനും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചെമ്മീൻ്റെ തലഭാഗം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്, ചെമ്മീൻ്റെ നല്ലൊരു ടേസ്റ്റാണ് തലയും കൂടെ ഇടുമ്പോൾ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. അപ്പോൾ ചെമ്മീനൊക്കെ ഒരു 3/4 ഭാഗവും വേവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം ഒന്ന് ബിരിയാണീൻ്റെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കുന്നുണ്ട്. ബിരിയാണിയിൽ ശരിക്കും ഈ ഒരു ചെമ്മീൻ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ, നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുള്ള ഈ ഒരു ചെമ്മീൻ. ഈ ഒരു സമയത്ത് റൈസ് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 5 ഏലക്കായ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബിരിയാണിക്ക് റൈസ് തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് എടുക്കുന്നത്. ഇനി നെയ്ച്ചോറ് പോലെ വെള്ളം വറ്റിച്ചിട്ടും വേണമെങ്കിൽ എടുക്കാം, രണ്ടായാലും ടേസ്റ്റിയാണ്. ഡെക്കറേഷന് വേണ്ട ചെമ്മീനും റെഡി ആയിട്ടുണ്ട്. ഇനി എണ്ണയിലേക്ക് 5 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സമയം വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള 1.5 കിലോ ബിരിയാണി അരി ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീരോ ഒഴിക്കുകയാണെങ്കിൽ അരി വേറിട്ട് തന്നെ നിൽക്കും. വെന്ത് വരുന്ന സമയത്ത് ഒട്ടിപ്പിടിക്കില്ല, വേറിട്ട് നിൽക്കും. പിന്നെ ഇത് കുറച്ച് കൂടുതലുള്ളത് കാരണം പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടി വിറകടുപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി പോട്ടിലോ കുക്കറിലൊക്കെ ചെയ്തെടുക്കുകയും ചെയ്യാം. പിന്നെ ഇതുപോലെ തിളപ്പിച്ച് ഊറ്റുന്ന സമയത്ത് വെള്ളം കുറച്ച് കൂടുതൽ തന്നെ വെക്കുക. ഇനി നെയ്ച്ചോറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അരിയുടെ ഇരട്ടി വെള്ളം എടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അരി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. വഴറ്റാൻ വെച്ചിട്ടുള്ള ഉള്ളിലേക്ക് പാകത്തിന് ഉപ്പും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയാൽ അതിലേക്ക് 3 വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം.
തക്കാളിയും നന്നായിട്ട് വെന്ത് വന്നാൽ അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നല്ലൊരു ടേസ്റ്റിന് ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ പൊടികളുടെ പച്ചമണക്കൊന്ന് മാറി കിട്ടിയാൽ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരും പിന്നെ 1/2 ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂടുതൽ മല്ലിയില അരിഞ്ഞതും കുറച്ച് പുതിനയില അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബിരിയാണിയിലേക്കുള്ള ചെമ്മീൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ബാലൻസ് ചെയ്തെടുക്കാം. ഇനി ഈ കൂട്ട് ദം ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതിൻ്റെ താഴ്ഭാഗത്ത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കൂട്ടിലേക്ക്. പിന്നെ ബിരിയാണി പോട്ടിലേക്കാണ് ദം ചെയ്തെടുക്കുന്നതെങ്കിൽ, ഗ്യാസിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സമയത്ത് റൈസും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഓട്ടപാത്രത്തിൽ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബ്രൗൺ കളറാക്കി എടുത്തിട്ടുള്ള ഉള്ളി, അണ്ടി, മുന്തിരി, കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ ബാക്കി റൈസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 3 ലെയറായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. റൈസ് മുഴുവനായിട്ടും ഇട്ട് കഴിഞ്ഞാൽ മുകൾ ഭാഗം ഒന്നിൽ ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ലെവൽ ചെയ്തെടുക്കാം. അവസാനമായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ കുറച്ച് മിൽമ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മിൽമ നെയ്യ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് കുറച്ച് നെയ്യ് ആദ്യം എടുത്ത് വെച്ചിട്ട് അവസാനം മുകളിൽ ഒഴിച്ചു കൊടുത്താലും മതി. മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് അടച്ച് വെച്ച് അടപ്പിന് മുകളിലായിട്ട് കുറച്ച് കനലും കൂടെ കോരിയിട്ടിട്ട് അടിഭാഗം ചെറുതായിട്ടൊന്ന് കത്തിച്ചു കൊടുക്കാം. ഒരു 2 മിനിറ്റ് കത്തിച്ചു കൊടുക്കാം. കൂടുതൽ സമയം കത്തിക്കരുത്, അടി പിടിച്ച് പോവും. 2 മിനിറ്റൊക്കെ മതിയാവും. പിന്നെ ഇതുപോലെ ദമ്മിൽ ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വെക്കുക. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ദമ്മൊക്കെ പൊട്ടിച്ചിട്ട് പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ താഴ്ഭാഗത്തുള്ള കായും റൈസൊക്കെ നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ പതുക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് കൂടുതൽ വേവാതെ പാകത്തിന് വേവിന് വാർത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കറക്റ്റായിട്ടുള്ള ബിരിയാണി തന്നെ കിട്ടും. വേറിട്ട് നിൽക്കുന്ന റൈസായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ.